എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് പറയാനാണ്. നമ്മുടെ മുറ്റത്തെ പൂന്തോട്ടത്തിലൊക്കെ പൂക്കൾ അധികം വിരിയാതിരിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് സങ്കടമായിരിക്കും. അപ്പോൾ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു വസ്തു വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ധാരാളം പൂക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സാധാരണ എപ്പോഴും ചെറുനാരങ്ങയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളയാണ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഉപയോഗപ്പെടുത്താമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചില ചെടികൾക്കൊക്കെ ഇതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. നന്നായിട്ട് പൂവിരിയാത്ത ചെടികളൊക്കെ പൂവിടുന്നത് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നാൾ അത് ചെയ്യേണ്ടി വരും. എന്നാലും നല്ല റിസൾട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ചെറുനാരങ്ങയുടെ തൊലി വേണം. നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു തൊലി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 3-4 എണ്ണം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് അത് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു കുപ്പിയാണ്. ഒരു 4-5 ചെറുനാരങ്ങയുടെ തൊലി മതി ഇതിലേക്ക്. വല്ലാതെ അങ്ങ് കൂടരുത്. വല്ലാതെ നമ്മൾ ഈ ചെറുനാരങ്ങയുടെ തൊലി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അളവൊക്കെ തെറ്റും. അപ്പോൾ ഏകദേശം ഒരു 4-5 തൊലിക്ക് ഒരു 1/2 ലിറ്ററിൻ്റെ കുപ്പിയിൽ നമ്മൾ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു 2 ദിവസം അടച്ച് വെക്കാം. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് കുലുക്കിയൊക്കെ കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് 2 ദിവസം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു തൊലിയിലുള്ള എല്ലാ ഗുണങ്ങളും വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയിൽ ധാരാളം വൈറ്റമിൻ സി, ഇ, അതുപോലെ തന്നെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, അങ്ങനെ കുറേ നമ്മുടെ ചെടികൾക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിട്ടും. നമുക്കിങ്ങനെ കൈ വെച്ച് തന്നെ ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മിക്സ് ആക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 6 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 6-7 ലിറ്ററൊക്കെ ആയാലും കുഴപ്പമില്ല. എന്തായാലും കുറവാവരുത്. നമുക്ക് ഒരു ആസിഡിക് സോയിലാവും നമ്മൾ ഈ ഒരു വെള്ളം ചെടികൾക്ക് ഒഴിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ആസിഡിക് ആവണ്ട. അപ്പോൾ കറക്റ്റ് ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച ശേഷം നമുക്ക് ഈ ഒരു തൊലിയിൽ ഒരിക്കൽ കൂടി വെള്ളം ഒഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കാം. അത്രയും മതി. അപ്പോഴേക്കും ഇതിൻ്റെ ഫുള്ള് ഗുണങ്ങളും നമുക്ക് കിട്ടും. പിന്നെ ആ തൊലി കൊണ്ട് കാര്യമൊന്നുമില്ല. ഇനി വെള്ളവും ഈ ഒരു ഫെർട്ടിലൈസറും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. പൂവിടുന്ന ചെടികൾക്കാണ് ഇത് കൂടുതൽ നന്നായിട്ടുള്ളത്. പ്രത്യേകിച്ചും ചെമ്പരത്തി, അതിനൊക്കെ വളരെ നല്ലതാണ്. റോസിനും അതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ റോസിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. റോസിനൊന്നും അധികം ആസിഡിക് ആയിട്ടുള്ള സോയിൽ വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചെടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചാൽ മതി. പിന്നെ നമുക്കിതൊരു 15 ദിവസത്തിലൊരിക്കലൊക്കെ ഒരു ചെടിക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരേ ചെടിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണ്ട. അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോളൂ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി കിട്ടുമ്പോൾ അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. നല്ല റിസൾട്ട് തന്നെയാണ്. ചെമ്പരത്തിക്കൊക്കെ പെട്ടെന്ന് തന്നെ പൂവിടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുല്ല, റോസ്, ഇതിനൊക്കെ നല്ലതാണ്. മുല്ലയ്ക്കൊക്കെ ബെസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചെറുനാരങ്ങയുടെ തൊലി കൊണ്ടുള്ള ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ ഇപ്പോൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്